ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം അപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പേഴ്സണലായിട്ട് എന്നോട് കുറേ ആൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എന്നോട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ വായിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്, വേണമെന്ന് വിചാരിച്ചിട്ടില്ല. അതുപോലെ നമ്മളെ വീഡിയോ ക്ലാരിറ്റി വളരെ കുറവാണെന്നറിയാം. പിന്നെ ഒന്നാമത് ഫോണിൻ്റെ പ്രശ്നം, പിന്നെ ഫോണിൽ തന്നെയല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ലോ ക്വാളിറ്റിയിലാണ് ഞാൻ ഫോണിലേക്ക് സേവ് ചെയ്യുന്നത്. ഫോണിൽ സ്പേസ് കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തത്. ഭാവിയിൽ എപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഫോണെല്ലാം വാങ്ങാൻ പറ്റിയാൽ അപ്പോൾ കൂടുതൽ അടിപൊളിയായിട്ട് വീഡിയോ എല്ലാം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ വീഡിയോ എല്ലാം കണ്ടെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്ന് പറയാൻ പോന്നെയാ, വീഡിയോ കണ്ടേരം തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എടുത്തേക്ക് വല്ല യാത്രയിലാണെന്ന്. അതന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വന്നൊരു വരവാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. 3-4 ദിവസമായി അമ്മമ്മ അഡ്മിറ്റായിട്ട്, കുറേ ദിവസമായി വരണമെന്ന് വിചാരിക്കുന്നത്. ഇന്നെന്തായാലും പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അമ്മമ്മേനെ കണ്ടു. അപ്പോൾ പയ്യന്നൂർ വരെ വന്നിട്ട് പിന്നെ വീട്ടിൽ പോകാണ്ടിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഇതാ വീട്ടിലേക്ക് വന്നതാണ്. നമ്മൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയും ഗോഡൗണിൽ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയമ്മ അകത്തുണ്ട്, നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് തന്നെ കണ്ടേരം ഇങ്ങനെ പെട്ടെന്നൊന്ന് കണ്ണടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണടി ഊരിയിട്ട് അയ്യോ ഇതാരാന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വരുവാന്നിട്ടാ നോക്കാൻ. അപ്പം ഞാൻ ഒറ്റക്കാണ് പോയത് എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുവന്നില്ലേ ഡി എന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിന് കേട്ടാ. പ്രതിയാട്ടം ബേക്കിൽ വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ കണ്ണൊന്നും ശരിക്കും ഇങ്ങനെ കാണുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇരുട്ടത്തുനിന്ന് വെളിച്ചത്തേക്ക് വന്നിട്ട് അങ്ങനെ എന്നോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞാനിതാ അമ്മമ്മേനോട് ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അമ്മ അതാ പുറത്തെന്തോ കുടയിലെന്തോ ഇതുണ്ട് എന്നും പറഞ്ഞിട്ട് അമ്മ കുട കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയാട്ടം വണ്ടിയെല്ലാം വെച്ചിട്ട് വന്നത് കേട്ടോ. അപ്പോൾ അമ്മമ്മ കണ്ടിട്ടുണ്ടായിട്ടില്ല പ്രതിയാട്ടം വന്നത്. പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രതിയാട്ടനൊക്കെ ഉണ്ടായിരുന്നേ, ഞാനിപ്പോൾ അല്ലേ അകത്തേക്ക് പോയത്, അപ്പോൾ ഇവനെ കണ്ടില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. പ്രതിയാട്ടം വന്നപാട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷൂ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ ഷൂവിൻ്റെ ലേസ് വല്ലാണ്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ടായിന്, പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക അതിനകത്ത് തൂങ്ങി കിടക്കുന്നുണ്ടായിന്. അപ്പോൾ അത് ഞാനിങ്ങനെ നടക്കുമ്പോൾ ചവിട്ടിപ്പോവും, നീ വീണ് പോകും എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം അതിങ്ങനെ ശരിക്കും കെട്ടിത്തരുവാന്ന് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയാലെല്ലാം എന്നോട് പറഞ്ഞേ, നീ മിക്കവാറും അത് ചവിട്ടിയിട്ട് വീകും, അതിൻ്റെ ലേസ് നിനക്ക് അയച്ച് കളഞ്ഞൂടേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് അതിൻ്റെ ലേസെല്ലാം കെട്ടിയിട്ട് ശരിയാക്കി തരുന്നുണ്ട്. അങ്ങനെ തന്നെ അമ്മമ്മയോടും കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് പോകണമല്ലോ, മക്കൾ വരുമ്പോഴത്തേക്ക് തിരിച്ച് പോകാനുള്ളൊരു പ്ലാനാണ്. പക്ഷെ ആ സമയത്തേക്കൊന്നും എത്തുമൊന്നുമില്ല. അങ്ങനെ വേഗം ഞാനിതാ അകത്തേക്ക് കയറുവാണ്, എന്തെല്ലാം ഉണ്ടെന്ന് പരിശോധിക്കാൻ. നമ്മൾ പോകുന്നതൊന്നും ആരും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്പെഷ്യൽ എന്ന് പറയാൻ കറികളേ ഉണ്ടായിട്ടില്ല കേട്ടോ. ആകെ എന്തോ ഒരു രാവിലെ അരച്ച കുറച്ച് ചമ്മന്തിയും പിന്നെ ബീൻസ് വറവുമാണ് ഉണ്ടായിന്. അപ്പോൾ പിന്നെ അച്ഛൻ നമ്മൾ പയ്യന്നൂർ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു വരുമ്പം പീടിയൻ്റെ ഇലയിൽ കൂടി വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പീടിയൻ്റെ ഇലയിൽ പോയിനെ. അപ്പം അച്ഛൻ നമുക്ക് സ്പെഷ്യലായിട്ട് ഇതാ ചിക്കൻ കറിയാ ചിക്കൻ വരട്ടെ അങ്ങനെ എന്തോന്ന് അതും സാമ്പാറും ഹോട്ടലിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ പ്രതിയാട്ടം പറയുകയാണ്, എന്തിനാ ഈ കറിയെല്ലാം വാങ്ങിയത്, നമുക്ക് ഈ ചമ്മന്തിയും വറവായാലും പോരെ, ഒരുപാട് കറിയായി, ചമ്മന്തി വറവ് അച്ചാറ് പിന്നെ തൈര് ചിക്കൻ സാമ്പാർ, അങ്ങനെ കറിയില്ല എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ് നിറച്ചും കറിയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു, വെറുതെ പൈസ ഇല്ലാത്ത സമയത്ത് എന്തിനാ പൈസ കളഞ്ഞത് ചിക്കനെല്ലാം വാങ്ങിയിട്ടെന്ന്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ, നമ്മളെ മക്കൾ വീട്ടിൽ വരുമ്പം പിന്നെ അവർക്ക് കൊടുക്കാൻ കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മമ്മയും പറഞ്ഞു, അയ്യോ നിങ്ങൾ പെട്ടെന്ന് കയറി വന്നേരം എനിക്കാകെ ടെൻഷനായിപ്പോയി, ഇവിടെ കറികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, ഇല്ലതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ നമ്മൾ നല്ല ലാവിഷായിട്ട് ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് ഇതാ ഇരുന്നിട്ട് ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഓരോരോ കാര്യങ്ങളിങ്ങനെ വീട്ടിലെ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. പിന്നെ പിള്ളേർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുനിന്നിട്ടില്ല കേട്ടോ. അപ്പൂനെയും അനുവിനെയും നമ്മൾ കണ്ടിട്ടില്ല, ബാക്കി എല്ലാവരെയും കണ്ടു. അങ്ങനെ എന്തോ ഇതാ കാര്യമായ ചർച്ചയിലാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്താകുമ്പോൾ ഞാൻ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ എൻ്റെ തലയൊന്ന് മസാജ് ചെയ്താണ്. എൻ്റെ പണ്ടത്തെ വീഡിയോ എല്ലാം കണ്ടവർക്കറിയാം, ഞാൻ എപ്പോൾ വീട്ടിൽ പോയാലും അമ്മമ്മമാർ ഒന്നിക്കിൽ ഇപ്പോൾ വീട്ടിൽ കണ്ടില്ലേ അമ്മേൻ്റെ അമ്മ പൊടിയമ്മ, അല്ലെങ്കിൽ
അച്ഛൻ്റെ അമ്മ തമ്പായിയമ്മ രണ്ടാളിൽ ആരെങ്കിലും ഒരാൾ എൻ്റെ തല മസാജ് ചെയ്ത് തരും, തലയിൽ എണ്ണ തടവി തരും, പിന്നെ എന്തെങ്കിലും പേനോ ഈരുണ്ടെങ്കിൽ എടുത്തു തരും, അങ്ങനെയെല്ലാം ചെയ്തു തരേ. അപ്പോൾ ഞാൻ അമ്മയോട് അമ്മ എൻ്റെ തല മസാജ് ചെയ്തതാന്ന് പറയുന്നത് കേട്ടപ്പാട് പ്രതിയേട്ടൻ പറഞ്ഞു, എൻ്റെ തലയൊന്ന് മസാജ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ പോയിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒപ്പിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, എന്നിട്ടാകുമ്പോൾ ഞാൻ ചെയ്തു തരാം, ഇപ്പം എന്തായാലും ഞാൻ അമ്മേനെ കൊണ്ട് നോക്കിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മ ഇതാ ഇരുന്ന് എൻ്റെ തലയിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പേനെടുത്തിയാന്ന്. അപ്പോൾ പേനൊന്നല്ല, അമ്മ പറഞ്ഞു മൊത്തം താരനാണ്, എന്തെല്ലോ പൊടിയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറയലായിരുന്നു കേട്ടോ. താരനിപ്പം വീണ്ടും വല്ലാണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ എഴുതി തന്ന ഷാമ്പു ഞാൻ അന്നേരമെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നര വിട്ടിട്ട് ഇങ്ങനെ തേക്കലുണ്ടായിരുന്നു കേട്ടോ. അന്നേരം കുറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാനത് നിർത്തി. അപ്പോൾ വീണ്ടും നല്ലോണം താരം വന്നിട്ടുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലും ഉണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. തലയിൽ ചീർപ്പ് തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രക്ക് മുടി കൊഴിച്ചിലുണ്ട്. ഞാൻ എന്നിട്ട് ഹോമിയോലോ അങ്ങനെ എവിടെയെങ്കിലും കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കരം ഇപ്പം വീട് നോക്കിയാൽ ഏത് മുക്കും മൂല നോക്കിയാലും മുടിയിലെ അത്രക്ക് മുടിയാണ്. തൊടുമ്പം അങ്ങ് പൊഴിഞ്ഞു പോകും. എന്നാ കാരണം എന്നറിയില്ല. അങ്ങനെ ഇതാ അമ്മ പറഞ്ഞു ഒന്നും കാണുന്നൊന്നുമില്ല, എനിക്ക് നടുവേദന എടുക്കുന്നത്, ഇരിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം ഇങ്ങനെ നോക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ അമ്മ കണ്ണ് കാണില്ല എന്നാ പറയുക. അമ്മയെ തല നോക്കി തരുമോ ചോദിക്കുമ്പോൾ അമ്മ പറയും കണ്ണ് കാണൂല. ഇപ്പം ഇന്നെന്തായാലും ഞാൻ ചോദിച്ചാൽ നോക്കിത്തരാ കാണുമെന്ന് പറഞ്ഞ്. എന്താ കാരണം? പുതിയ കണ്ണടയെല്ലാം വാങ്ങിയല്ലോ, അതുകൊണ്ട് കാണുമല്ലോ. അപ്പോൾ ഇതാ പുതിയ കണ്ണടയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ നോക്കി തരുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് നല്ല മഴക്കാറെല്ലാം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പ്രതിയുടെ മുന്നേ നമുക്ക് വേഗം പോവാം, മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. എന്താ വെച്ചാൽ കോട്ട് എടുത്തിട്ടില്ല. കോട്ടുണ്ട്, പക്ഷേ വീട്ടിലെ കോട്ടൊന്നും എനിക്ക് പാകാവൂല. എൻ്റെ തടിക്ക് അത്രയും വലിയ കോട്ട് വേണ്ടേ. അതുകൊണ്ട് പ്രതിയാടിനും കോട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞിന് അഥവാ മഴ പെയ്താലും ഞാൻ നനഞ്ഞോളാം, നിങ്ങൾ കോട്ട് എടുത്തു എന്ന് പറഞ്ഞിന്. പക്ഷേ പ്രതിയാടിന് എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അമ്മേൻ്റെ സ്ഥിരം കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലുള്ള അരിയും സാധനങ്ങളെല്ലാം പാക്കറ്റിലേക്ക് തട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നീ വരൂലേ കുറച്ച് സാധനമെല്ലാം തന്നേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് അമ്മ പിന്നെയും കബോർഡിൻ്റെ ഉള്ളിൽ തപ്പിക്കൊണ്ടിരിക്കുക, നിനക്ക് എന്തെല്ലാമെന്ന് തരാനുള്ളത് എന്ന്. പക്ഷെ ഞാൻ പറയാണ്ട് പോയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ അച്ഛൻ തലേനെ എന്തെങ്കിലും സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടൊക്കെ, മക്കൾക്കായാലും സ്നാക്സും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ടൊക്കും. ഇതിപ്പം പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് പോയതല്ലേ, അതുകൊണ്ട് പിന്നെ അവർ കുറച്ച് വാങ്ങി വെച്ച റേഷൻ അരിയെല്ലാം എനിക്ക് തന്നേക്കുവാന്ന് കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടായിന്, ഒരു 2-3 ഐറ്റംസ് ഉണ്ടായിന്. അത് പിന്നെ മക്കൾക്ക് എടുത്തോ എന്ന് പറഞ്ഞിട്ട് തന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എന്നോട് പറഞ്ഞിനി പോകുമ്പോൾ ഇതിലേ കൂടി വാ, ഞാൻ പിള്ളേർക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു ഇനി പോകുമ്പോൾ ആദ്യം വരുന്നൊന്നുമില്ല അച്ഛാ, ഇവിടുന്ന് അമ്മ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതെടുക്കാണ്ട് വന്നു കേട്ടോ. അപ്പം അമ്മ ഇതാ എനിക്ക് കുറച്ച് പച്ചരിയും കൂടെ തരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളത്തേക്ക് പച്ചരിയും പൂങ്ങലരിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമ്മളിനിയിപ്പം റേഷൻ പീടിയിൽ നിന്ന് വാങ്ങാനായി, അതുകൊണ്ട് നീ ഇതെടുത്തോ, നമ്മൾ വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടിയിലെ കുറച്ച് അരി എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിയെല്ലാം പിടിച്ചിരിക്കലാണ്. അന്നേരമാണ് ഏച്ചി ഫോൺ വിളിച്ചിട്ട് അമ്മയോട് എന്തോ പറഞ്ഞത്. അങ്ങനെ ഇത് അമ്മ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഏച്ചി എനിക്കൊരു പാദസരം വാങ്ങിയതാണേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇടലില്ല, പിന്നെ വേണ്ട എന്നല്ല. അപ്പം അമ്മ പറഞ്ഞു ഏതോ പീടിയെന്ന് വിലക്കുറവിൽ കിട്ടിയേരം ഓള് 2 വാങ്ങിച്ചതാണ്, അപ്പോൾ നീ ഒന്ന് എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇതാ സ്നാക്സ് എല്ലാം എടുത്തവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മ പഴം എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു ഒരു പഴം തിന്നോ മോളെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിതാ എന്തായാലും അമ്മ പറഞ്ഞതല്ലേ, എനിക്ക് വേണ്ടായിരുന്നു, എന്നാലും അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു റോബസ്റ്റോ പഴം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സമയം 3 മണിയെങ്ങാനും ആവാനായിട്ടുണ്ടായിരുന്നു. മഴക്കാറുണ്ടായിരുന്നു, നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുമെന്ന്. എന്തോ ഭാഗ്യത്തിന് നമ്മളിവിടെ എത്തുന്നവരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പഴവും തിന്ന് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയവരാണ് ഒരു പുതിയ ട്രെയിൻ പോകുന്നത് കണ്ടത് കേട്ടോ, ഓറഞ്ച് കളർ. അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ അതേതാ ട്രെയിൻ? അപ്പോൾ അമ്മ പറഞ്ഞത് വന്ദേ ഭാരതാണ്. അപ്പം ഞാൻ സാധാരണ വെള്ള വന്ദേ ഭാരതേ കണ്ടിട്ടുണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ഓറഞ്ച് വന്ദേ ഭാരത് കണ്ടത്. അപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് അമ്മ തന്ന സാധനങ്ങളെല്ലാം ആയിട്ട് ടാറ്റയും പറഞ്ഞ് നമ്മൾ ഇറങ്ങുമെന്ന്. വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും സങ്കടമായിരുന്നു കേട്ടോ. അമ്മമ്മക്കായിരുന്നു ഭയങ്കര സങ്കടം. അങ്ങനെ ഞാൻ ഇറങ്ങി വളപ്പിലെത്തിയാറുണ്ട് അമ്മമ്മ തിരിച്ച് വിളിക്കുന്നേ, ഉമ്മ തന്നില്ല എന്നും പറഞ്ഞിട്ട്. സാധാരണ ഉമ്മയെല്ലാം തന്നിട്ടാണ് വിടും. അപ്പം ഞാനിന്ന് അധികം യാത്ര പറയാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് ഇതാ ഉമ്മ, ഇത് നിനക്ക്, ഇത് മക്കൾക്ക്, ഇത് കുഞ്ഞുമോക്ക്, വലിയ മോക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഉമ്മ തന്നുകൊണ്ട് നിൽക്കുവാണേ. എനക്കാണെങ്കിൽ അമ്മമ്മ ഉമ്മ തരുമ്പോൾ ഇക്കിളി എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്നത്. അമ്മമ്മ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സാധാരണ കെട്ടിപ്പിടുത്ത് ഉമ്മയെല്ലാം തന്നിട്ട് ഇറങ്ങലേ. ഇന്നിപ്പോൾ ഞാൻ ഉമ്മയൊന്നും കൊടുക്കാണ്ട് വേഗം ഇറങ്ങിയതുകൊണ്ട്
വേക്കിലേ കൂടി ഓടി വന്നിട്ട് ഉമ്മ തരുവാണ്, ഇത് നിനക്ക്, ഇത് പിള്ളേർക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് എന്നെ വന്നൊന്ന് കൊണ്ടുപോകുമെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളായി പറയുന്നു വരുന്നതെന്ന്. അപ്പോൾ അന്ന് കൂട്ടിയിട്ട് വരാൻ നോക്കുമ്പോൾ പനി. അപ്പോൾ അന്ന് അമ്മമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് വരാൻ നോക്കുമ്പോൾ അമ്മമ്മക്ക് പനി വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു ദിവസം വന്നിട്ട് കൂട്ടണം. ഇപ്പോൾ സമയം എന്തായാലും 3 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമെന്ന്. ഭയങ്കര മഴയെല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ. ഞാൻ വന്നേരം ഒന്ന് വെറുതെ എടുത്തുന്നേ ഇല്ലു, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോട്ടെ. കൊണ്ടുവരാ. കൊള്ളുവാ. അങ്ങനെ ഞങ്ങളിത് എന്തായാലും തിരിച്ച് ചുഴലിയിലേക്ക് തന്നെ പോവുകയാണ്. മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ തന്നെയാണ്. നേരത്തെ ആ കാലാവസ്ഥ കണ്ടിട്ട് മഴ പെയ്യുമെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴയൊന്നും പെയ്തിട്ടില്ല. പിന്നെ പോകുന്ന വഴിയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതേപോലെ പ്രതിയേട്ടൻ്റെ പുറകിൽ നിന്നിട്ട് ചെറിയ ഓരോ ഷോർട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിന്. വെറുതെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അല്ലാണ്ട് എനിക്ക് പേടിയാണ്, പെട്ടെന്ന് ഫോണങ്ങ് ഇളകിപ്പോയാൽ പിന്നെ തീർന്നില്ലേ. അതുകൊണ്ട് വണ്ടിയിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. മക്കൾ അപ്പുറത്താണ് ഉണ്ടായിന്, എഴുത്തമ്മേൻ്റെ അടുക്ക. ദേവ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഉറങ്ങിയിട്ടുണ്ടായിനി. നന്ദു പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്ന് കുറച്ച് പണികളുണ്ടായിനി. പിന്നെ ഇങ്ങനെ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോയത്, പിന്നെ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അച്ഛൻ്റെ അമ്മയും അമ്മേൻ്റെ അമ്മയും ഉണ്ടാവലുണ്ടല്ലേ. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അമ്മക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ 3-4 ദിവസമായി ഹോസ്പിറ്റലിൽ. അങ്ങനെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജ് ആയില്ല, ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എന്തോ ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് ഒരു ബുദ്ധിമുട്ടെല്ലാം ആയിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല വിടുന്നത്. ഇന്നലെ പറഞ്ഞത് നാളെ ഡിസ്ചാർജ് ആക്കുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ അമ്മമ്മേനെയും കണ്ട് നേരെ പിന്നെ അവിടെ ടൗണിൽ വരെ പോയതല്ലേ. അവിടെ നിന്ന് പിന്നെ അച്ഛൻ്റെ അടുത്തൊന്ന് പോയി, അച്ഛനെ കണ്ടു. പിന്നെ നേരെ വീട്ടിൽ പോയി. പിള്ളേരെ മാത്രമാണ് കാണാൻ പറ്റാണ്ടുന്നത് കേട്ടോ. ഏച്ചി ഹോസ്പിറ്റലിൽ ഉണ്ടായിനി. പിന്നെ അപ്പൂനെയും അനുവിനെയും കാണാൻ പറ്റിയിട്ടില്ല. ബാക്കി അമ്മേനെയും അമ്മമ്മേനെയും എല്ലാം വീട്ടിൽ പോയി കണ്ടിട്ട് വന്നു. അപ്പം പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് പോയതാണ് കേട്ടോ. നമ്മളിങ്ങനെ അമ്മമ്മ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ പോകണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് പോകണമെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പൈൻകുറ്റി ഉണ്ടായിന് കേട്ടോ മടപ്പിരക്കിൽ, അതിൻ്റെ നിർമ്മാല്യം തിന്നണേ അതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല, ഇന്ന് പോകാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ പെട്ടെന്ന് പോയി വരാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ നാളെ എനിക്ക് PSC എക്സാമാണ്, അങ്ങനെ അന്ന് പോകാൻ കഴിയില്ല. അങ്ങനെ വിളിച്ചു വന്നാൽ പിന്നെ മക്കളെയും കൂട്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ ബസ്സിന് പോകണ്ടേ, വണ്ടിക്കാവൂലല്ലോ. പിന്നെ ബസ്സിനെല്ലാം കയറി പോയി വരുവാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ വിചാരിച്ച് വേഗം സ്കൂട്ടി എടുത്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, അമ്മമ്മ ഓക്കെയാണ്. വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങൾ. അപ്പോൾ എന്തായാലും പോയിട്ട് വന്നു. പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നൊരു പോയി കേട്ടോ. എന്നാൽ ഇതേ പോയി ഇതാ വന്നു എന്നെല്ലാം പറഞ്ഞാൽ വേഗം വന്നു കേട്ടോ. പിന്നെ ദേവുട്ടിക്ക് കുറച്ച് വാശിയെല്ലാം ഉണ്ടായിനെന്ന് പറഞ്ഞു, കൂട്ടാണ്ട് പോയിട്ടില്ലേ. പിന്നെ ഉറക്കെല്ലാം വന്നിട്ട് അതിൻ്റെ കുറച്ച് വാശിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വരുമ്പോൾ മുട്ടായിയെല്ലാം കൊണ്ട് കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടാളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.